ഏഷ്യയിലെ ഏറ്റവും വലിയ യേശുക്രിസ്തുവിൻ്റെ പ്രതിമ. വിയറ്റ്നാമിൽ നിന്ന് മടങ്ങാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. ഇവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ പല പ്രാവശ്യം കറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് 2.5 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ ഒരു ഗംഭീര കാഴ്ചയുണ്ടെന്നറിഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ യേശുക്രിസ്തുവിൻ്റെ പ്രതിമ വിയറ്റ്നാമിൻ്റെ സൗത്ത് പ്രോവിൻസിലുള്ള വാഞ്ചുവിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വാഞ്ചു പട്ടണത്തിന് ശേഷം കടലാണ്, നമ്മുടെ കന്യാകുമാരി പോലെ. വൈകുന്നേരമാണ് ഞാനിവിടെ എത്തിയത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒട്ടും സമയം കളഞ്ഞില്ല. ഹോട്ടലിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ കടൽ തീരത്തെത്താം. ഇടദിവസമായതുകൊണ്ട് തീരത്ത് വലിയ ആൾക്കൂട്ടങ്ങളൊന്നുമില്ല. ദീപാലങ്കൃതമായ തെരുവ് മനോഹരം തന്നെ. ഇവിടെയും ലോട്ടറി വിൽപ്പനയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം 1-2 ഹോട്ടലിൽ നിന്ന് പലതരത്തിലുള്ള സീ ഫുഡ്സ് കഴിച്ചു. പേരൊന്നും അറിയില്ലെങ്കിലും മെനു കാർഡ് ചിത്രത്തിൽ നോക്കിയാണ് ഓർഡർ ചെയ്തത്. പിറ്റേ ദിവസം ഒരു സ്കൂട്ടർ വിളിച്ച് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷെ നടന്നു വന്നാൽ മതിയായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ സ്ഥലം. പ്രവേശന ടിക്കറ്റ് ഒന്നും വേണ്ട, അല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിന് കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്. കടൽക്കാറ്റിൽ ചെമ്പകം പൂത്തു നിൽക്കുന്ന മണം, അതിനുള്ളിലൂടെയുള്ള നടത്തം നന്നായി ആസ്വദിച്ചു എന്ന് പറയാം. പക്ഷെ കയറ്റം തന്നെയാണല്ലോ. ചിലയിടങ്ങളിൽ കയറ്റം കയറി വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ചില കുടിലുകൾ, ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ എതിർവശത്തായി നോട്ടം നേരെ പതിക്കത്തക്ക രീതിയിൽ ബൈബിളിലെ ചില നിമിഷങ്ങളെ ധ്യാനിക്കുവാൻ പരുവത്തിൽ ശില്പങ്ങൾ പണിതു വച്ചിരിക്കുന്നു. ഇവിടെ എബ്രഹാം ഇസഹാക്കിന് ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ പോകുന്ന രംഗമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഷൂ ഒക്കെ ധരിച്ചാണ് അപ്പൻ്റെ കൂടെ പോകുന്നത്. കടലിലെ ആ കാഴ്ചകളുടെ മനോഹാരിത കൊണ്ട് നടന്നു വന്നതിൻ്റെ ക്ഷീണം ഒട്ടും അനുഭവപ്പെടുന്നില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് ചുറ്റുപാടുകൾ. ഇവിടെ ഈശോയുടെ 12 ശിഷ്യന്മാരുടെ പേര് സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. വിശ്രമിക്കുമ്പോൾ പുതുതലമുറയ്ക്ക് ഈ ശില്പങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുവാനും ധ്യാനിക്കുവാനും തക്ക വിധമാണ് ഇവിടെ ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. മോശ 10 കൽപ്പനയുമായി ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. ആ 10 കൽപ്പനകളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് പ്രസിദ്ധമായ മലയിലെ പ്രസംഗമാണ്. ഈ കടന്നുവരുന്ന കുഞ്ഞ് നടന്ന് യേശുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ തലയിൽ നിന്ന് തൊപ്പി മാറ്റി യേശുവിനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച ആ മാതാപിതാക്കളെ ഓർത്ത് ശിരസ് നമിക്കുന്നു. കിണറ്റിൻകരയിൽ ദാഹിച്ച യേശു സ്ത്രീയോട് വെള്ളം ചോദിച്ചു. ഏതാണ്ട് 811 പടികൾ കയറി വേണം മുകളിലെത്താൻ. യേശുവിൻ്റെ മനോഹരമായൊരു പ്രതിമ. 36 മീറ്ററാണ് ഈ സ്റ്റാച്ചുവിൻ്റെ ഉയരം. കയറിയെത്തുന്നത് ഒരു ചാപ്പലിൻ്റെ ഉള്ളിലേക്കാണ്. ഈ ചാപ്പലിൻ്റെ മുകളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ധാരാളം സ്ത്രീകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനുള്ളിലൂടെ കുറേ സ്റ്റെപ്പുകൾ കയറിയാൽ ഈ പ്രതിമയുടെ തോളിൻ്റെ ഭാഗത്ത് എത്താം. അവിടെ നിന്നുള്ള ആകാശക്കാഴ്ച ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ചുറ്റും കടലായതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. നീലമേഘങ്ങൾക്കിടയിൽ ഈ വെള്ളപ്രതിമ വാഞ്ചു പട്ടണത്തെ അനുഗ്രഹിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് മാറിയാലേ അടുത്തയാൾക്ക് ഇങ്ങോട്ട് എത്തുവാൻ സാധിക്കുകയുള്ളൂ. കുറേ ഫോട്ടോയും വീഡിയോയും എടുത്ത് അവിടെ നിന്ന് ഞാൻ താഴേക്കിറങ്ങി. ഈ ചാപ്പലിന് സമീപത്തും ചില പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായി പരിപാലിച്ചിട്ടുമുണ്ട്. ഈ പരിസരത്ത്
2 പഴയ ടാങ്കിൻ്റെ ചില ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അല്ല, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമാണല്ലോ. വിയറ്റ്നാം ഒരുപാട് യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച രാജ്യം കൂടിയാണ്. ചാപ്പലിന് പുറത്ത് ഒരു ചെറിയ അൾത്താര ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ ധാരാളം എത്തുമ്പോൾ അവർക്ക് ദിവ്യബലി അർപ്പിക്കുവാനായിരിക്കും. ഏതായാലും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെ. തൊട്ടടുത്ത് തന്നെ ഒരു സുവനീർ കട. ഭയങ്കര ചൂട്. അപ്പോഴും അതൊന്നും വകവയ്ക്കാതെ ഒറ്റയ്ക്കും കൂട്ടമായി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വരുന്നവരൊക്കെ അവിടെ ഇരുന്ന് കടൽക്കാറ്റേറ്റ് കാഴ്ചകൾ കണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാതിരിക്കത്തില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ ആംബിയൻസ്. മുമ്പേ പോയവരൊക്കെ ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും കലയുടെ ഒരു കരസ്പർശം കാണാതിരിക്കില്ല. ഇവിടെയൊക്കെ നിർമ്മിതികളുടെ ഭംഗി മാത്രമല്ല, മറ്റെന്തൊക്കെയോ അതിലുണ്ട്. താഴെ എല്ലായിടത്തെയും പോലെ വഴിയോര കച്ചവടക്കാർ. അതെ, ഒരിക്കൽ കൂടി യേശുനാഥനോട് യാത്ര പറയാൻ തിരിഞ്ഞു നോക്കി. എന്നെ കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചാണ് യാത്രയാക്കിയത്. എന്നെ മാത്രമല്ല, ലോകം മുഴുവനെയും.